+2 യോഗ്യതയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഡൽഹി പോലീസിലേക്ക് പോകാൻ നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത്. ഡൽഹി പോലീസിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഔട്ടായി കഴിഞ്ഞിരിക്കുകയാണ്. 7565 വേക്കൻസിയിലേക്കാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. 18നും 25നും ഇടയിൽ പ്രായപരിധിയാണ് ജനറൽ കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കൊടുത്തിരിക്കുന്നത്. അതുപോലെ 18നും 28നും ഇടയിലാണ് OBC കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെയാണ് SC/ST ആണെങ്കിൽ വിത്ത് +5, അതായത് 25+5 30 വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്. സെപ്റ്റംബർ 22 മുതൽ അപ്ലിക്കേഷൻ കൊടുക്കേണ്ട തീയതി സ്റ്റാർട്ടായി കഴിഞ്ഞിരിക്കുകയാണ്. ഒക്ടോബർ 21 വരെയാണ് അപ്ലിക്കേഷൻ കൊടുക്കേണ്ട അവസാന തീയതി. 100 രൂപയാണ് അപ്ലിക്കേഷൻ പ്രൊസീജിയർ വരുന്നത്. അതായത് നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കാൻ പോകുമ്പോൾ അപ്ലിക്കേഷൻ ഫീ ആയിട്ട് 100 രൂപ ചാർജ് ഈടാക്കുന്നതാണ്. ഇതിന്റെ യോഗ്യത എന്താണെന്ന് നോക്കാം. +2 മിനിമം മാർക്കോട് കൂടി പാസ്സായിട്ടുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അത് ഏത് സബ്ജക്റ്റ് ആയാലും, സയൻസ് ആയിക്കോട്ടെ, കോമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, ഏത് സബ്ജക്റ്റിലായാലും +2 ക്വാളിഫൈ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇതിന്റെ ഹൈറ്റ് വരുന്നത് 170 സെന്റിമീറ്റർ ആണ് ആൺകുട്ടികൾക്ക്. ജനറൽ കാറ്റഗറി, OBC, SC ഈ 3 കാറ്റഗറിയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 170 സെന്റിമീറ്റർ ഹൈറ്റ് ആണ് വേണ്ടത്. ST കാറ്റഗറിയുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ 165 സെന്റിമീറ്റർ ഹൈറ്റ് മാത്രം മതി. അതുപോലെ പെൺകുട്ടികൾക്കാണെങ്കിൽ OBC, ജനറൽ, SC, ഷെഡ്യൂൾ കാസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 157 സെന്റിമീറ്റർ ഹൈറ്റ് ആണ് വേണ്ടത്. ST കാറ്റഗറിയുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ പെൺകുട്ടികൾ 155 സെന്റിമീറ്റർ ഹൈറ്റ് മാത്രം മതി. ഇതാണ് നമ്മുടെ ഫിസിക്കലിന്റെ ക്രൈറ്റീരിയ വരുന്നത്. സാലറി വരുന്നത് 21, അതായത് പേ സ്കെയിൽ വരുന്നത് 21,000 രൂപ തൊട്ട് 69,100 രൂപ വരെയാണ്. ഇതിന്റെ കൂടെ DA അലവൻസ് ഇതെല്ലാം കൂടിയിട്ട് സ്റ്റാർട്ടിംഗ് സാലറി തന്നെ 30,000 മേലെയാണ് ലഭിക്കാൻ പോകുന്നത്. നല്ലൊരു അവസരമാണ്. കാരണം വേക്കൻസി പറഞ്ഞു 7565 വേക്കൻസിയാണ് ഉള്ളത്. നല്ലൊരു ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതേ ഉള്ളൂ. +2 ലെവലാണ് വരുന്നത്. ഇനി ഇതിൻ്റെ എക്സാം ഡേറ്റ് വരുന്നത് അപ്രോക്സ് ഡിസംബർ, ജനുവരി മാസങ്ങളിലായിട്ടാണ് ഇതിൻ്റെ എക്സാം നടക്കാൻ പോകുന്നത്. ഇതിൽ ആദ്യം റിട്ടേൺ എക്സാമിനേഷനാണ് വരുന്നത്. ഈ റിട്ടേൺ എക്സാമിനേഷനകത്ത് 100 മാർക്കിൻ്റെ എക്സാം ആയിരിക്കും നടക്കാൻ പോകുന്നത്. അതിൽ ജനറൽ മാത്തമാറ്റിക്സ്, റീസണിങ്, GK, കറണ്ട് അഫയേഴ്സ്, അതുപോലെ തന്നെ 4ാമത് വരുന്നതാണ് കമ്പ്യൂട്ടർ ഫണ്ടമെൻ്റൽസ്. ഇതിൽ GK, കറണ്ട് അഫയേഴ്സ് 25 മാർക്കിൻ്റെത്, റീസണിങ് എബിലിറ്റി 25 മാർക്ക്, ജനറൽ മാത്തമാറ്റിക്സ് അതായത് ന്യൂമറിക്കൽ എബിലിറ്റീസ് വരുന്നത് 15 മാർക്ക്, അതുപോലെ 10 മാർക്കിൻ്റെ കമ്പ്യൂട്ടർ ഫണ്ടമെൻ്റൽ. ഇങ്ങനെ 100 മാർക്കിൻ്റെ എക്സാം ആയിരിക്കും നിങ്ങൾക്ക് നടക്കാൻ പോകുന്നത്. 1.5 മണിക്കൂറാണ് ഇതിൻ്റെ ടൈം ലഭിക്കുന്നത്. അതായത് 90 മിനിറ്റാണ് റിട്ടേൺ എക്സാമിനേഷന് നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം. അതുപോലെ തന്നെ ഇത് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ഒരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ, അതായത് ഒരു റോങ് ആൻസറിന് 0.25 നെഗറ്റീവ് മാർക്ക് ലഭിക്കുന്നതാണ്. അതായത് 4 ആൻസർ തെറ്റാണെങ്കിൽ 1 മാർക്ക് നഷ്ടപ്പെടും എന്നുള്ളത്. അതുകൊണ്ട് മാക്സിമം ഇതിനെ റിട്ടേൺ എക്സാമിനേഷൻ പ്രിപ്പറേഷൻ ചെയ്യുന്ന ഓരോ ആൾക്കാരോടും പറയാനുള്ളത് നെഗറ്റീവ് മാർക്ക് മാക്സിമം അതായത് പരമാവധി കുറയ്ക്കുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ടോട്ടൽ സ്കോറിലേക്ക് എത്തുകയുള്ളൂ. അടുത്ത സ്റ്റേജാണ് ഇതിൻ്റെ ഫിസിക്കൽ ടെസ്റ്റിനകത്ത് ആൺകുട്ടികൾക്ക് ആദ്യം 1600 മീറ്റർ റണ്ണിങ് ആയിരിക്കും. 1600 മീറ്റർ റണ്ണിങ് ഓടാനുള്ള സമയം 6 മിനിറ്റാണ്. അതുപോലെ തന്നെ ലോങ് ജമ്പ് 14 ഫീറ്റ്, അതായത് 14 അടി ദൂരമാണ് ചാടിക്കിടക്കേണ്ടത്. അതുപോലെ ഹൈ ജമ്പ് 3.9 ഫീറ്റ്. ഇത്രയുമാണ് ആൺകുട്ടിയുടെ ഫിസിക്കൽ ടെസ്റ്റിനകത്ത് വരുന്നത്. 1600 മീറ്റർ 6 മിനിറ്റ്, ഹൈ ജമ്പ് 3.9 അടി, അതുപോലെ തന്നെ 14 അടി ദൂരം ലോങ് ജമ്പ്. അടുത്ത പെൺകുട്ടികൾക്കാണെങ്കിൽ 1600 മീറ്റർ റണ്ണിങ് ഓടാൻ ലഭിക്കുന്ന സമയം 8 മിനിറ്റാണ്. ലോങ് ജമ്പിൻ്റെ ദൂരം എന്നുള്ളത് 10 അടിയാണ്. അതുപോലെ തന്നെ 3 അടി ഹൈറ്റാണ് ഹൈ ജമ്പിനും വേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് ഫിസിക്കൽ ടെസ്റ്റിനകത്ത് ആൺകുട്ടികളുടേതും അതുപോലെ തന്നെ പെൺകുട്ടികളുടേതും വരുന്നത്. ഹൈറ്റ് നേരത്തെ മെൻഷൻ ചെയ്തായിരുന്നു 170 സെൻറ്റിമീറ്റർ. അതുപോലെ തന്നെ പെൺകുട്ടികൾക്കാണെങ്കിൽ 157 സെൻറ്റിമീറ്റർ. മൂന്നാമത്തെ സ്റ്റേജാണ് മെഡിക്കൽ വരുന്നത്. മെഡിക്കൽ ഫിറ്റ് ആയിരിക്കണം. അൺഫിറ്റ് എന്നുള്ളത് അൺക്വാളിഫൈഡ് ആവുന്നതാണ്. 4ാമത്താണ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. ഡോക്യുമെന്റ് വെരിഫിക്കേഷന് നിങ്ങളുടെ +2 ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, 10th ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, ഇങ്ങനെയുള്ള ഡോക്യുമെന്റേഷൻ അത് നിങ്ങൾക്ക് നോട്ടിഫൈ ചെയ്യും എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടത്. നെക്സ്റ്റ് ആണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ പ്രൊസീജിയർ. നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കാൻ അക്ഷയ സെൻറ്റർ അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പ്യൂട്ടർ സെൻറ്ററിലോ പോയിട്ട് അപ്ലിക്കേഷൻ കൊടുക്കേണ്ടതാണ്.
ആദ്യം തന്നെ ഇതിന് രജിസ്ട്രേഷൻ ഉണ്ട്. രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷമായിരിക്കും നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. അപ്ലിക്കേഷൻ കൊടുക്കാൻ പോകുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെന്റ് ആണ് നിങ്ങൾ കരുതേണ്ടത് നോക്കാം. ആദ്യം നിങ്ങളുടെ 10th +2 ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, ഡൊമസൈൽ സർട്ടിഫിക്കറ്റ്, ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം, പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടേത്. ഇപ്പം ഗ്രാജുവേഷൻ സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഗ്രാജുവേഷൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകാം. അതുപോലെ തന്നെ NCC നാഷണൽ കേഡറ്റ് കോഴ്സിലേക്ക്, അതായത് നിങ്ങൾ A സർട്ടിഫിക്കറ്റോ B സർട്ടിഫിക്കറ്റോ C സർട്ടിഫിക്കറ്റോ ഏത് സർട്ടിഫിക്കറ്റ് ആയാലും അതും അപ്ലിക്കേഷൻ കൊടുക്കാം. അതുപോലെ തന്നെ സ്പോർട്സ് നാഷണൽ ലെവൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവൽ നിങ്ങൾ ഏതെങ്കിലും കോമ്പറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ, അതായത് ഗോൾഡ് മെഡൽ ആണെങ്കിൽ മാത്രം അത് നിങ്ങൾക്ക് അതിൽ മെൻഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ നിങ്ങളുടെ പേരൻസ് ആരെങ്കിലും ഡിഫൻസിലായിരുന്നെങ്കിൽ അതിൻ്റെ റിലേഷൻ എന്നുള്ളതിൻ്റെ ഓപ്ഷൻ അതിൽ വരുന്നതാണ്. അതും നിങ്ങൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് അത് മെൻഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിന് മെയിൻ NCC ഉദ്യോഗാർത്ഥികൾക്ക് ഇത് നല്ലൊരു പ്രിയോറിറ്റി, അതായത് ഒരു അഡ്വാൻറ്റേജ് എന്നുള്ളത്, നിങ്ങൾ NCC C സർട്ടിഫിക്കറ്റ് ഉള്ള ഉദ്യോഗാർത്ഥിയാണെങ്കിൽ, അതായത് NCC C സർട്ടിഫിക്കറ്റ് ഉള്ള ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിനേഷനകത്ത് നിങ്ങൾക്കിപ്പോൾ 100 മാർക്കിൻ്റെ എക്സാം എഴുതി നിങ്ങൾക്ക് 100 മാർക്കും കിട്ടി. 100 മാർക്കിൻ്റെ എക്സാമിനേഷനകത്ത് നിങ്ങൾക്ക് എത്രയാണോ മാർക്ക് ലഭിക്കുന്നത് അതിൻ്റെ 5%, 5% മാർക്ക് നിങ്ങൾക്ക് ലഭിച്ച മാർക്കോട് കൂടി എക്സ്ട്രാ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് ലഭിക്കുന്നതാണ്. B സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ 3%, അതുപോലെ തന്നെ A സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ 2%. അതായത് നിങ്ങൾക്ക് എത്രയാണ് മാർക്ക് ലഭിക്കുന്നത് A സർട്ടിഫിക്കറ്റ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് 2% മാർക്ക് എക്സ്ട്രാ ലഭിക്കുന്നതാണ്. ഇതാണ് NCC സർട്ടിഫിക്കറ്റ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക്. കാരണം നേരത്തെ ഞാൻ മെൻഷൻ ചെയ്തു, നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് NCC സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് നിർബന്ധമായി അപ്ലോഡ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് ഡൽഹി പോലീസിലേക്ക് അപ്ലിക്കേഷൻ തൊട്ട് ഫൈനൽ സ്റ്റേജ് വരെ വരുന്നത്. ആദ്യത്തെ പ്രൊസീജിയർ അപ്ലിക്കേഷൻ, രണ്ടാമത് റിട്ടേൺ എക്സാമിനേഷൻ, മൂന്നാമത് ഫിസിക്കൽ ടെസ്റ്റ്, നാലാമത് മെഡിക്കൽ, അഞ്ചാമത് ഡോക്യുമെൻ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഡൽഹി പോലീസിലേക്ക് പ്രിപ്പറേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥിയും ഇപ്പോഴേ പ്രിപ്പറേഷൻ ചെയ്ത് തുടങ്ങുക. അതുപോലെ തന്നെ ഇനിയിപ്പം നമ്മുടെ മുന്നിൽ ആകെ 4 മാസം മാത്രമേ ബാക്കിയുള്ളൂ. മാക്സിമം 4 മാസമേ ലഭിക്കത്തുള്ളൂ. ഈ ഒരു 4 മാസം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ, ഡൽഹി പോലീസ് എന്ന നല്ലൊരു സർവീസ് തന്നെയാണ്. ഡൽഹിയിലുള്ള, അതായത് നമ്മുടെ കേരള പോലീസ് എന്ന് പറയുന്നത് ഡൽഹി പോലീസിലേക്കായിരിക്കും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ അണ്ടറിൽ വരുന്നതാണ്. നല്ലൊരു ജോബ് തന്നെയാണ് ഈ ഡൽഹി പോലീസിനകത്ത് ലഭിക്കുന്നത്. നല്ല സാലറി പാക്കേജും അതുപോലെ തന്നെ അലവൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ലീവ് ആയിക്കോട്ടെ, ഇത്തരം കാര്യങ്ങൾ ഓൾ ഫെസിലിറ്റി എന്നുള്ളത് നല്ലൊരു സർവീസ് തന്നെയാണ് ഈ ഡൽഹി പോലീസിൽ ലഭിക്കുന്നത്. 59 വയസ്സ് വരെ സർവീസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആയതിനാൽ ഈ ഒരു വീഡിയോ ഡൽഹി പോലീസിലേക്ക് താല്പര്യപ്പെടുന്ന, അതായത് അപ്ലിക്കേഷൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥിയും, കേരളത്തിലെ ഓരോ ആൺകുട്ടികളിലേക്കും പെൺകുട്ടികളിലേക്കും പരമാവധി ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഡ്രോൺ അക്കാഡമിയിൽ ഒക്ടോബർ 6 മുതൽ ഡൽഹി പോലീസിൻ്റെ സ്പെഷ്യൽ ക്ലാസ്സസ് ആരംഭിക്കാൻ പോവുകയാണ്. വിത്ത് ഫിസിക്കലായിരിക്കും. ഡ്രോൺ അക്കാഡമി റെസിഡൻഷ്യൽ ഡിഫൻസ് സ്കൂളാണ്. താമസ സൗകര്യത്തോടു കൂടിയുള്ള ട്രെയിനിങ് ആയിരിക്കും നമ്മളിവിടെ നൽകാൻ പോകുന്നത്. ആയതിനാൽ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്.